ബസലിക്കയൊക്കെ നമ്മൾ കണ്ടു. വളരെ വ്യത്യസ്തമായിട്ടുള്ള അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത പക്ഷെ ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ബസലിക്കയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിഞ്ഞത്. ആ മരങ്ങൾക്കിടയിലൂടെ ഉയർന്നു നിൽക്കുന്ന ചർച്ച ഉണ്ടല്ലേ, എന്ത് ഹൈറ്റിലല്ലേ നിൽക്കണേ നോക്കി. ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഓറേറ്ററി ഓഫ് സെയിന്റ് ജോസഫ് ഡോമിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ 5ാമത്തെ എസ്കലേറ്ററായി നമ്മൾ കയറുന്നത് കേട്ടോ. ഭയങ്കര ഭംഗിയാട്ടോ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ. നമ്മൾ ക്യൂബക്കിലെത്തിയിട്ട് ബോഞ്ചൂർ ക്യൂബക്ക് ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് പാർക്ക് ചെയ്തേക്കണത് കേട്ടോ. നല്ല ഫോഗി ഡേ ആണല്ലേ. ഇത് നമ്മുടെ ഓൺ റൂട്ട് പോലെ ക്യൂബക്കിലേക്ക് കയറുമ്പോൾ ഉള്ള റെസ്റ്റിംഗ് പ്ലേസ് ആണ്. ഇനി നമുക്ക് ഫ്രഞ്ചിലുള്ള ബോർഡ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നിരനിരയായിട്ടുള്ള ട്രാഫിക് ലൈറ്റുകൾ, ഒന്ന് മിസ്സാക്കി കഴിഞ്ഞാൽ പണി പാടും. തെളിഞ്ഞ ആകാശമൊക്കെ വരുന്നുണ്ട്. നല്ല സീനറി ആണല്ലോ. 2 ബസ് ചുമ്മാ ക്രോസ് ചെയ്തു. അത്രയും ബിസി ആയിട്ടുള്ള സ്ട്രീറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ട്രാഫിക് ലൈറ്റുകൾ വെച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ട് നല്ല രസമാണ്. എത്ര സ്റ്റെയറാ, നമ്മുടെ കാലൊക്കെ പറ്റും. നമ്മളിപ്പോ റോഡ് സൈഡിൽ നിന്നാണ് ഈ ചർച്ച കണ്ടോണ്ടിരിക്കണേ. സെയിന്റ് ജോസഫ് ഒറേറ്ററി ഓഫ് മൗണ്ട് റോയൽ കാനഡയിലെ ലാർജസ്റ്റ് ചർച്ചാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ ഡോം ശ്രദ്ധിച്ചില്ലേ, ഫേമസ് ഫോർ ഹാവിംഗ് ദ 3rd ലാർജസ്റ്റ് ചർച്ച് ഡോം ഇൻ ദ വേൾഡ്. മോൺട്രിയാലിലെ മൗണ്ട് റോയലിൽ സ്ഥിതി ചെയ്യുന്ന സെയിന്റ് ജോസഫ് ഒറേറ്ററിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് സെയിന്റ് ആൻഡ്രേ ബാസറ്റ്. മിറാക്കിൾ മാൻ ഓഫ് മോൺട്രിയൽ എന്നറിയപ്പെടുന്ന ബ്രദർ ആൻഡ്രയുടെ തിരുശേഷിപ്പ് നമുക്കിവിടെ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പച്ചയായ ഹൃദയം തന്നെയാണ് അവിടെ തിരുശേഷിപ്പായി സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും മുകളിലുള്ള ആ ഡോം സ്ഥിതി ചെയ്യുന്ന ബസിലിക്കയും അവിടെ നിന്നുള്ള കാഴ്ചകളും വളരെ പ്രത്യേകതയുള്ളതാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലോകത്തിലെ ഏറ്റവും വലിയ സെൻറ്റ് ജോസഫ് ചർച്ചിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. കാനഡയുടെ പേട്രൺ സെയിൻറ്റ് കൂടിയാണ് സെൻറ്റ് ജോസഫ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. ഞങ്ങൾ പോകുന്ന ഓരോ വഴിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതാണ് എൻട്രൻസ്. ഇവിടെ വന്ന ഒരു ഫീല് ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം കുറേയധികം കാഴ്ചകളുള്ള ഒരു ബസിലിക്കയാണിത്. ബസിലിക്ക ഇരിക്കുന്നത് ഏറ്റവും മുകളിലാണ്. നല്ല ഭംഗിയുള്ള രൂപങ്ങൾ വെച്ചിട്ടിരിക്കുന്ന ഒരു ഷോപ്പുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് 3ാമത്തെ എസ്കലേറ്ററിൽ. പുറത്ത് മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ആ പള്ളിയുടെ ഡോം അങ്ങനെ വ്യക്തമായിട്ട് കാണാനില്ല. പക്ഷെ നമ്മൾ പകുതിയിലധികം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞു. ഈ ഒരു ചർച്ചിൻ്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരു മ്യൂസിയം പോലെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മോഡലാണ് പള്ളി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. പള്ളിയുടെ ബ്ലൂ പ്രിൻ്റ് ഉണ്ട് ഇവിടെ.
ബ്രദർ ആൻഡ്രൂ സെയിൻറ്റ് ജോസഫിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു. അദ്ദേഹമാണ് സെയിൻറ്റ് ജോസഫ് ഒറേറ്ററിയുടെ ഈ ചാപ്പൽ ആദ്യമായിട്ട് നിർമ്മിച്ചത്. കുറേയധികം മിറാക്കിൾസ് നടക്കുന്ന ഒരു ചാപ്പലാണിത്. സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീകമെന്നോണം 10,000-കണക്കിന് മെഴുകുതിരികളാണ് ഓരോ ഇൻറ്റൻഷനോടു കൂടി ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. നടക്കാനാണ് ആരോഗ്യത്തിനായിട്ട്. ഇവിടെ വന്ന് സുഖപ്പെട്ടവരുടെയൊക്കെ വാക്കിംഗ് സ്റ്റിക്കുകളാണ് ഇവിടെ. ഇനി നമ്മൾ സെയിൻറ്റ് ആൻഡ്രൂവിൻ്റെ ടൂമ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വന്ന് അനേകം പേര് പ്രാർത്ഥിക്കാറുണ്ട്. കറുത്ത മാർബിൾ കൊണ്ടാണ് ഈ കല്ലറ തീർത്തിരിക്കുന്നത്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. സെയിൻറ്റ് ആൻഡ്രൂവിൻ്റെ തിരുശേഷിപ്പായിട്ടുള്ള ഹാർട്ട് ഇരിക്കുന്നത് ഏറ്റവും മുകളിലത്തെ ബസിലിക്കയിലാണ്. കൈ പിടിച്ചോ. ഇവിടെ നിന്ന് നമ്മൾ അടുത്തുള്ള ഒരു കുഞ്ഞു ചാപ്പലിലേക്കാണ് വീണ്ടും പോണേ. അവിടെയാണ് ഇപ്പോൾ കുർബാന നടക്കുന്നത്. മുകളിലത്തെ ഡോമിൽ ബസിലിക്ക സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള വഴി എവിടെയാണെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റെപ്പാ ഇവിടെ നമ്മൾ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, അവിടെ എസ്കലേറ്റർ ഇല്ല. ഇവിടെ താഴെ കണ്ടില്ലേ മുകളിലേക്കുള്ള ആ ഒരു ഡോം പോലെ വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 8th ഫ്ലോറിൽ ബസിലിക്ക എത്തി. വളരെ വലിയൊരു പള്ളിയാണ് കേട്ടോ. ഇവിടെ ബസിലിക്കയില്ലേ, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സി വേണ്ടോ നോക്ക്. ഇവിടെ സെയിൻറ്റ് ആൻഡ്രൂ ഉപയോഗിച്ചിരുന്ന പെൻസില്, പേന, കൊട, കോട്ട് കണ്ടില്ലേ, കോട്ട്, ഷോള് എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെയാണ് അവസാനമായിട്ട് സെയിൻറ്റ് ആൻഡ്രൂ ചെലവഴിച്ച സ്ഥലം. ഹോസ്പിറ്റൽ റൂമാണിത്. ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചിരുന്ന കട്ടില്, ബെഡൊക്കെയാണ് ഇവിടെ. അന്ന് ഉപയോഗിച്ചിരുന്ന ചെയറ്, ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ ഫർണിച്ചറുകളുമാണ്. ഈവൻ ദേ അലാം ക്ലോക്ക് വരെ ഉണ്ട്. എനിക്കറിയില്ല ടൈം, അതിൽ 12 മണിയാണ് സെറ്റ് ആണ് കാണിക്കുന്നത്. കണ്ടോ, അന്ന് ഉപയോഗിച്ചിരുന്ന ഷർട്ട് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ.
1937 സെയിൻറ്റ് ആൻഡ്രൂ മരണമടയുന്നത്. അദ്ദേഹത്തിന് ഈശോയോടുള്ള സ്നേഹത്തിൻ്റെയും വേദനിക്കുന്നവരോടുള്ള ത്യാഗമനോഭാവത്തിൻ്റെയും പേരിലാണ് വിശുദ്ധൻ്റെ ഹൃദയം ഇവിടെ സെയിൻറ്റ് ജോസഫ് ഒറേറ്ററിയുടെ എക്സിബിഷൻ ഹാളിൽ പ്രദർശനത്തിനായി വെച്ചിരിക്കുന്നത്. 1973 വിശുദ്ധൻ്റെ ഹൃദയം മോഷണം പോയി. അവരൊരു വലിയ തുകയൊക്കെ ചോദിച്ച് ബാർഗനിങ് ഒക്കെ നടത്തി. പക്ഷേ ചർച്ച് അതിന് തയ്യാറായില്ല. പിന്നെ 2 വർഷങ്ങൾക്ക് ശേഷമാണ് ചർച്ചിൻ്റെ തന്നെ ബേസ്മെൻറ്റിൽ നിന്ന് ഒരു കേടും കൂടാതെ ആ ഹൃദയം തിരിച്ചു ലഭിക്കുകയായിരുന്നു. സെയിൻറ്റ് ആൻഡ്രൂ താമസിച്ചിരുന്ന വീടിൻ്റെ മാതൃകയുണ്ട് ഇവിടെ. കോളേജ് ഓഫ് മോൺട്രിയാലിലെ ഒരു ചെറിയ ഉദ്യോഗസ്ഥനായിരുന്നു സെയിൻറ്റ് ആൻഡ്രൂ. മോൺട്രിയലിലെ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും. മോൺട്രിയൽ മൊത്തം അല്ലേ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഒരു പനോരമിക് വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അതെ അവിടെ നമുക്ക് കാണാൻ പറ്റും സെയിൻറ്റ് ജോസഫ് മോൺട്രിയാൽ, കാനഡയിലെ ബിഗ്ഗസ്റ്റ്. കുറെ പ്ലാൻ ചെയ്തതാണ് മുമ്പ്, പക്ഷെ ഇന്നാണ് ഇതിനുള്ളൊരു സാഹചര്യം വന്നത്. ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയണത് ഇവിടുത്തെ വിന്റർ ആണെങ്കിലും ടെമ്പറേച്ചർ ഒക്കെ പ്ലസ് ആണ്. ഇവിടെ മോൺട്രിയാൽ എയർപോർട്ട് ഉണ്ട്. മെയിൻ ബസിലിക്ക ഉള്ളത് ആ ഡോം ഉള്ളത് ആ മെയിൻ ബസിലിക്കയിലാണ് കേട്ടോ. അപ്പോൾ അത്രയും ഹൈറ്റിലാണ്. ഒരു 5-6 എസ്കലേറ്റേഴ്സ് കയറിയിട്ടാണ് നമ്മൾ അത്രയും മുകളിലേക്ക് എത്തിക്കുന്നത്. ഡ്യൂട്ടി ഓഫ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് സോളിഡാരിറ്റി ഓഫ് എവറി ഹ്യൂമൻ ബീങ് ആണ്. മ്യൂസിക് ഉണ്ടായിരുന്നു. ആ മ്യൂസിക്കാണ് ഞങ്ങൾക്ക് വരുമ്പോൾ കേൾക്കാൻ കഴിഞ്ഞത്. ഞാൻ വീഡിയോ എടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും സൈനിങ് ഓഫ് 777 ജാക്ക് ജോൺസ്. ഷോപ്പിംഗ് മോളിൽ വന്ന പോലെയൊക്കെ ഉണ്ടല്ലേ, കുറച്ച് ഒരു വലിയൊരു ഷോപ്പിംഗ് മോളിൽ വന്ന പോലെ ഉണ്ട്. പള്ളിയിലാണ്, പക്ഷെ പള്ളിയുടെ മുകളിലേക്ക് എത്താനുള്ള തത്രപ്പാടായിരുന്നു അത്രയും നേരം. നമ്മൾ ഇറങ്ങിയിട്ടാ. അതെ, ലിഫ്റ്റും എസ്കലേറ്ററൊക്കെ വെച്ച് ഗംഭീര പള്ളിയാണ്.